ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ സുഷ്മ, പെത്തോളജിസ്റ്റ്, ബ്രെയിൻ ഡയഗ്നോസ്റ്റ്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോണത് വളരെ ലളിതമായ പക്ഷേ തികച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റിനെ പറ്റിയാണ്. FNAC എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ചുരുക്കപ്പേരാണ് FNAC. ഡീറ്റെയിൽ നെയിം ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്നാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പേടി എന്തിനെ പറ്റിയിട്ടായിരിക്കും? ക്യാൻസറിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും അല്ലേ? ക്യാൻസറാണ് ഒരാൾക്ക് ഒന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ വിചാരം എന്തായാലും ഇനിയിപ്പോൾ അധിക കാലമൊന്നും ജീവിച്ചിരിക്കില്ല, എന്തായാലും ജീവിതത്തിൻ്റെ അവസാനം ആവുകയായി എന്നാവും നമ്മുടെയൊക്കെ വിചാരം. എന്നാലും ഇപ്പോഴത്തെ ആധുനിക രോഗനിർണയ രീതികളും ചികിത്സാ രീതികളും പിന്നെ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാനും വെച്ചിട്ട് പലപ്പോഴും ഈ പല ക്യാൻസറുകളെയും മുഴുവനായും മാറ്റാനും ഇല്ലെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാനും ഇപ്പോൾ കഴിയും. പക്ഷേ ഇതിനൊക്കെ ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏർലി ഡയഗ്നോസിസ് ഓഫ് ക്യാൻസറാണ്. ഈ ക്യാൻസറിനെ നമുക്ക് കഴിയണതും വേഗം തന്നെ കണ്ടെത്തണം. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ഈ FNAC അഥവാ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി. ഈ ടെസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല പറ്റുള്ളൂ. ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡിലുള്ള മുഴകൾ, ഗോയിറ്റർ എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ, അതൊക്കെ കണ്ടുപിടിക്കാനും ഈ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി വെച്ച് പറ്റും. അപ്പോൾ എന്താ ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത? പേരിൽ തന്നെ നമുക്ക് എന്താ ടെസ്റ്റ് എന്ന് മനസ്സിലാവും. ഫൈൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, ഫൈൻ നീഡിൽ, വളരെ നേരിയ നീഡിൽ വെച്ച് നമ്മൾ കുത്തിയെടുത്തിട്ട് ശരീരത്തിലെ കോശങ്ങളെ പറ്റി പഠിക്കുകയാണ് ചെയ്യണത് ഈ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി ഉപയോഗിച്ചിട്ട്. എന്താ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവർ വേഗം പൊഴിഞ്ഞു വീഴും. അതേപോലെ അതിൻ്റെ കെട്ടുറപ്പും അത്ര ബലാവില്ല. അപ്പോൾ നമുക്ക് ഈ കുത്തിയെടുക്കുമ്പോൾ നമുക്ക് വളരെ വേഗം ഈ കോശങ്ങളെ നമുക്ക് കിട്ടും. അതിനുശേഷം ഈ കോശങ്ങളെ നമ്മളൊരു സ്ലൈഡിൽ വരച്ചിട്ട് അതിനെ സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ കോശങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവ അർബുദബാധിതരാണോ അല്ലയോ അതോ വേറെ വല്ല അസുഖമുള്ളതാണോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയും സങ്കീർണമായൊരു ടെസ്റ്റാണല്ലോ. അപ്പോൾ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ ഈ ടെസ്റ്റ് ചെയ്യാനാവും നിങ്ങളുടെയൊക്കെ അടുത്ത ചോദ്യം. പക്ഷേ ഇത് വളരെ ലളിതമായൊരു ടെസ്റ്റാണ്. നിങ്ങൾക്ക് സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണേക്കാൾ എളുപ്പ സമയം കൊണ്ട് ഈ ടെസ്റ്റ് ചെയ്തിട്ട് പോവാം. ഒരു ഫാസ്റ്റിങ്ങോ അതായത് ഭക്ഷണം കഴിക്കാണ്ട് വരെ ഒന്നും ആവശ്യമില്ല. ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി. ഇത് എടുത്തതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? അതും ഉണ്ടാവില്ല. ചില സമയത്ത് ചിലർക്ക് ഒരു ചെറിയ തലകറക്കം ഉണ്ടാവാം, ചിലപ്പോൾ കുറച്ച് ബ്ലഡ് കട്ട പിടിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പേഷ്യൻറ്റിനോട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും, എന്നിട്ടേ പോകാൻ പറയുള്ളൂ. അപ്പോൾ ഇതിന് വല്ല അനസ്തീഷ്യയും വേണ്ടി വരുമോ എന്നാവും ഇനി അടുത്ത സംശയം നിങ്ങളുടെ. ഒരു അനസ്തീഷ്യയും വേണ്ട. സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണേക്കാൾ ചെറിയ നീഡിലുകൊണ്ടാണ് കുത്തുക. അപ്പോൾ നിങ്ങൾക്ക് അധികം വേദന ഉണ്ടാവില്ല. ചിലപ്പോൾ കുത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കടച്ചിലുണ്ടാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒരു അസുഖവും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ചെറിയൊരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത്രയും സങ്കീർണമായ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെച്ചാൽ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു മുഴ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരു സർജനെ കാണിച്ചിട്ട് വളരെ വേഗം ഇത് ചെയ്യേണ്ടതല്ലേ. ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് തന്നെ നമ്മളെ വളരെയധികം അത് സഹായിക്കും. ശരി, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പ്രത്യക്ഷമായിട്ട് നിങ്ങൾക്കൊരു മുഴ ഉണ്ട്, അപ്പോൾ അതിൽ കുത്തി നോക്കാനാണ് ഈ FNAC പറഞ്ഞത്. ഇനിയിപ്പോൾ മുഴ പ്രത്യക്ഷമായിട്ടില്ല, പരോക്ഷമായിട്ടാണ് വെക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം തൈറോയിഡൊക്കെ ഉള്ളിലേക്കാണ് വളർച്ച, പുറത്തേക്ക് അത്ര വളർച്ച ഇല്ല എന്ന് പറയാണ് വെക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്കാൻ ഉപയോഗിച്ചിട്ട് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടോ അല്ലെങ്കിൽ CT ഗൈഡഡ് ആയിട്ടുള്ള സ്കാൻ ഉപയോഗിച്ചിട്ട് ഈ മുഴയെ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിന്ന് ഇതേപോലത്തെ ടെസ്റ്റ് ഉപയോഗിച്ച് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി വെച്ചിട്ട് നമുക്ക് സെല്ല് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഇപ്പം ലങ്, അങ്ങനെ ലിവർ, അങ്ങനെയുള്ള ഉള്ളിലുള്ള ഓർഗൻസിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും ഈ ഗൈഡഡ് ആയിട്ടുള്ള FNAC ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഈ ഒരു മുഴയിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ചില സ്ഥലത്തു നിന്ന് കോശങ്ങൾ എടുത്താൽ കുറച്ച് കൂടി നന്നായി മനസ്സിലാവും അതിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനും ഈ ഗൈഡഡ് FNAC ഉപയോഗിക്കാം. മറ്റേതാണെങ്കിൽ സാധാരണ FNAC ആണ്. ഇതിലാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ടോ CT സ്കാനോ വെച്ചിട്ട് ഈ FNAC പ്രൊസീജിയർ തന്നെ നമ്മൾ അത് വെച്ച് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതും വളരെ സിമ്പിളാണ്. ഇതേപോലെ തന്നെയാണ്, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത തന്നെയാണ്.
അപ്പോൾ ക്യാൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ട് ആദ്യത്തെ സ്റ്റേജ് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാവാം. ക്യാൻസർ ഡയഗ്നോസിസിലെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ FNAC ഉപയോഗിക്കാം. അത് എല്ലാവരും എന്ത് മുഴ ഉണ്ടെങ്കിലും ആദ്യം തന്നെ സർജനെ കാണിച്ച് ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.